IPL 2025 മെഗാ താരലേലം രണ്ടാം ദിനം ജിദ്ദയിൽ പുരോഗമിക്കവേ നിരവധി പ്രമുഖ താരങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ അൺസോൾഡായി. ഒരു ടീമിൽ 18 മുതൽ 25 വരെ താരങ്ങളെ മാത്രമേ ഉൾപ്പെടുത്താനാവൂ. നിലനിർത്തൽ താരങ്ങൾക്ക് ശേഷമുള്ളവരെയാണ് ലേലത്തിലൂടെ കണ്ടെത്തുന്നത്. ഋഷഭ് പന്തിനെ കഴിഞ്ഞ ദിവസം വൻതുകയ്ക്ക് ഏറ്റെടുത്ത ലക്നൗ സൂപ്പർ ജയൻസ് ഇന്ന് ലേലം തുടങ്ങിയപ്പോൾ ആകാശ് ദീപ് സിംഗിനെ 8 കോടി രൂപയ്ക്ക് വാങ്ങി. 1 കോടിയാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാന വില. CSKയും പഞ്ചാബ് കിങ്സും ആകാശ് ദീപ് സിംഗിനായി രംഗത്തെത്തിയതാണ് തുക ഉയരാൻ കാരണം. ദീപക് ചാഹറിനെ നല്ല തുകയ്ക്ക് മുംബൈ ഇന്ത്യൻസ് ഏറ്റെടുത്തു. 9.25 കോടി രൂപയാണ് പ്രതിഫലം. മുൻപ് CSKയുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും പരിക്കുകൾ പലപ്പോഴും കരിയറിന് തടസ്സമായി. പഞ്ചാബ് അതിവേഗം കുതിച്ചു. ഇപ്പോൾ 3 കോടി വരെയാണ് ലേലം. പഞ്ചാബും CSKയും ചാഹറിനായി ശ്രമിച്ചിരുന്നു. 8 കോടി രൂപയ്ക്ക് മുകേഷ് കുമാർ ഡൽഹി ക്യാപിറ്റൽസിൽ കളി തുടരും. 2 കോടിയായിരുന്നു അടിസ്ഥാന വില. CSKയും പഞ്ചാബും രംഗത്തുണ്ടായിരുന്നു. പഞ്ചാബ് ലേലം 6.50 കോടിക്കായി ഉയർത്തിയപ്പോൾ CSK പിന്മാറി. ഡൽഹി RTM കാർഡ് പുറത്തെടുത്തപ്പോൾ പഞ്ചാബ് തങ്ങളുടെ ലേലം 8 കോടിയായി ഉയർത്തി. അല്പനേരം ആലോചിച്ച ശേഷം ഡൽഹി ക്യാപിറ്റൽസ് നിലനിർത്താൻ തീരുമാനിച്ചു. 10.75 കോടി രൂപയ്ക്ക് ഭുവനേശ്വർ കുമാറിനെ RCB ലേലം ചെയ്തു. ജെറാൾഡ് കോഡ്സി 2.4 കോടി രൂപയ്ക്ക് ഗുജറാത്ത് ടൈറ്റൻസിലെത്തി. യുവ അഫ്ഗാൻ ലെഗ് സ്പിന്നർ അല്ലാഹ് ഗസൻഫർ 4.80 കോടിക്ക് മുംബൈ ഇന്ത്യൻസിൽ എത്തിയതാണ് ശ്രദ്ധേയമായ മറ്റൊരു ലേലം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തിയ താരത്തിനായി KKR RCB ടീമുകളും രംഗത്തുണ്ടായിരുന്നു. കെയ്ൻ വില്യംസൺ, ഗ്ലെൻ ഫിസിപ്സ്, മായങ്ക് അഗർവാൾ, അജിങ്ക്യ രഹാനെ, പൃഥ്വി ഷാ, ഷാർദുൽ താക്കൂർ, ഡാരിൽ മിച്ചൽ, ഷായി ഹോപ്പ്, KS ഭരത്, അലക്സ് കാരെ, ഡോൺ ഫെരേര, മുജീബ് റഹ്മാൻ തുടങ്ങിയവരെ ഏറ്റെടുക്കാൻ ഒരു ഫ്രാഞ്ചൈസിയും രംഗത്തെത്തിയില്ല. കൃണാൽ പാണ്ഡ്യയെ 5.75 കോടി നൽകി RCB സ്വന്തമാക്കി. നിതീഷ് റാണയെ 4.2 കോടി നൽകി RRും 1 കോടി നൽകി റയാൻ റിക്കൽട്ടിനെ MIയും 2.6 കോടി നൽകി ജോഷ് ഇംഗ്ലീഷിനെ പഞ്ചാബും തുഷാർ ദേശ്പാണ്ഡെയെ 6.50 കോടി നൽകി RRും ലോക്കി ഫെർഗൂസനെ 2 കോടി നൽകി പഞ്ചാബും സ്വന്തമാക്കി.